പുന്നയൂർ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്ത് കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി നിലവിലെ യു.ഡി.എഫ് ഭരണസമിതി ഉപേക്ഷിച്ചു. പകരം പകൽവീട് നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ വിജയിച്ച സന്തോഷം പങ്കുവെച്ച് നാലകത്ത് ഷമീറ. പഞ്ചവടിയിലെ സ്വകാര്യ അക്വേറിയം ഉടമ പഞ്ചായത്തിന് നൽകിയ 4 സെന്റ് ഭൂമിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി എന്ന പേരിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതി തുടക്കം കുറിച്ചിരുന്നു. ഇവിടെ കെട്ടിട നിർമ്മാണത്തിനായി എടുത്ത വലിയ കുഴി പുതിയ ഭരണസമിതി കഴിഞ്ഞ ദിവസം മണ്ണിട്ട് മൂടി. ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. എന്നാൽ ദേശീയപാതയോരത്ത് നിർമ്മിക്കുന്നതിനു പകരം പഞ്ചവടിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ബീച്ച് റോഡിൽ സ്വകാര്യ അക്വേറിയത്തിന് സമീപം എതിർപ്പിനെ വകവയ്ക്കാതെ നിർമ്മിക്കാനാണ് മുൻ പഞ്ചായത്ത് തീരുമാനിച്ചതും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതും. എന്നാൽ അക്വേറിയത്തിന് ഉപയോഗപ്പെടുത്താനാണ് 50 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നത് എന്ന ആക്ഷേപം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ടേക്ക് എ ബ്രേക്കിനായി 4 സെന്റ് ഭൂമി അക്വേറിയം ഉടമകൾ സൗജന്യമായി നൽകിയെന്നാണ് ഇതിനു കാരണം പറഞ്ഞത്. കൂടാതെ തന്റെ വീടിനും ശുദ്ധജല സ്രോതസ്സിനും ഭീഷണിയാണ് എന്നാരോപിച്ച് സമീപവാസിയായ യുവതിയും കോടതിയെ സമീപിച്ചു. കെട്ടിടത്തിലെ 20ഓളം ശുചിമുറികളും സെപ്റ്റിക് ടാങ്കും 2 തവണ നിർമ്മാണം ആരംഭിക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചെങ്കിലും യുവതിയുടെയും യു.ഡി.എഫിന്റെയും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. സ്വകാര്യ സ്ഥാപനത്തിനു വേണ്ടി 1/2 കോടി രൂപ ചെലവിടാനുള്ള നീക്കം എതിർക്കപ്പെടേണ്ടതാണെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും പുതിയ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. ഈ സ്ഥലത്ത് പകൽവീട് നിർമ്മാണത്തിന് അവസരമൊരുക്കുമെന്നും ഇതിനായി ആദ്യഘട്ടമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്കിന് വേറെ സ്ഥലം കണ്ടെത്തി നിർമ്മിക്കാനുള്ള തീരുമാനവും വന്നതോടെ ആശ്വാസത്തിലായത് ഷമീറയാണ്. 2 വർഷത്തെ ശക്തമായ നിയമ പോരാട്ടത്തിൽ അക്വേറിയത്തിലുണ്ടായിരുന്ന ജോലി പോയെങ്കിലും ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം തടയാൻ കഴിഞ്ഞതിൽ വിജയം കണ്ടെത്തിയ സന്തോഷവും ഷമീറ പങ്കുവച്ചു. ദൂരം വേണമെന്നുള്ളതുണ്ട്. ഡിഫറൻസ് പോലും ഇല്ലാണ്ട് ഈ കുടിവെള്ളത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എതിർപ്പ് ഉണ്ടാക്കി പ്രശ്നങ്ങളായി അങ്ങനെ അന്ന് മടങ്ങിപ്പോയി. താൽക്കാലിക സ്റ്റേ വെച്ചു. സാറായിരുന്നു ആള് പറഞ്ഞു ഇത് താൽക്കാലികം ഞാൻ സ്റ്റേ ചെയ്യണ്, ഇത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് പണിയാണെങ്കിൽ പണിയാം, പക്ഷെ അതിന് ഇവര് പ്രക്ഷോഭമായിട്ട് വരുന്നത് കൊണ്ട് നടക്കില്ല പറഞ്ഞു. അങ്ങനെ വെച്ച് പോയി. പിന്നീട് അവർ പല പ്രാവശ്യം വന്നു, നമ്മളത് തടുക്കണ്ടായി. ഇപ്പൊ അത് ഞങ്ങളെ വാർഡ് മെമ്പർ ഷാനിക്ക് ജയിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഭരണസമിതി ഇത് ക്യാൻസൽ ചെയ്തു. കാരണം അവർക്ക് അത് ന്യായമായിട്ട് തോന്നി. പക്ഷെ പ്രസിഡന്റിനെ അതൊരു പണിയണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അതിൽ നഷ്ടപ്പെട്ടപ്പോ ഞാൻ മറവിയുടെ അക്കൗണ്ടിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി പിന്നെ തന്നില്ല. കാരണം അവരെ കൊടുത്തതാണല്ലോ 4 സെന്റ് സ്ഥലം. ജോലി കൊടുത്തിട്ട് 2 വർഷമായി. ഈ പ്രശ്നം ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അവര് ജോലി വെച്ചില്ല.